വർക്കലയിലെ ട്രെയിൻ ആക്രമണത്തിൽ പ്രതി സുരേഷുമായി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ തെളിവെടുപ്പ്. ആക്രമണം പുനരാവിഷ്കരിച്ചു. തെളിവെടുപ്പിന്റെ ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന്. പരിക്കേറ്റ ശ്രീകുട്ടിയുടെ ആരോഗ്യാവസ്ഥ ഗുരുതരമായി തന്നെ തുടരുകയാണ്. സിജോ വി ജോൺ വിശദാംശങ്ങളുമായി. സിജോ, ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചുള്ള തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ടോ? ഈ ശ്രീകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ഈ റെയിൽവേ സ്റ്റേഷനിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അന്ന് ആ സംഭവമുണ്ടായ കേരള എക്സ്പ്രസിൽ തന്നെ എത്തിയാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഇയാൾ അവിടെ ഇരിക്കുന്നതും പിന്നീട് വഴി ഇവർക്ക് ശ്രീകുട്ടിക്കും അതോടൊപ്പം തന്നെ വഴി നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായ വിവരങ്ങൾ അയാൾ വിവരിക്കുന്നത് കാണാം. അതിനുശേഷം ആ ശ്രീകുട്ടിയുടെ സുഹൃത്ത് അർച്ചനയും ഇരുന്ന സ്ഥലത്ത് അതേ ഭാഗത്ത് തന്നെ എത്തിയാണ് ഇപ്പോൾ ആ കാര്യങ്ങൾ വിവരിക്കുന്നത്. ആ രണ്ടുപേര് ഇരിക്കുന്ന സ്ഥലത്ത് രണ്ട് പോലീസുകാരെയാണ് ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് ഈ സുരേഷ് ഈ അന്വേഷണ സംഘത്തോട് വിശദീകരിക്കുകയാണ്. ഇപ്പൊ തന്നെ അതിന്റെ ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട്. ഇനി വർക്കലയിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുക്കാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നത്. അതിനുശേഷം ആദ്യം കോട്ടയത്തായിരുന്നു തെളിവെടുപ്പ് ഉണ്ടായിരുന്നത്. കോട്ടയത്ത് ഇയാൾ താമസിച്ചിരുന്ന സ്ഥലത്തും അതോടൊപ്പം തന്നെ ഇയാൾ 2 ബാറുകളിൽ പോയി മദ്യപിച്ചിരുന്നു. ആ ബാറുകളിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുത്തു. അതിനുശേഷമാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിർണായകമായ ഈ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രീകുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചാണ് അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നുവെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ആ തലയ്ക്കാണ് ക്ഷതമേറ്റിരിക്കുന്നത്. ആ ക്ഷതം ഒന്ന് മാറിയതിനു ശേഷം മാത്രം അതിനൊരു പുരോഗതി ഉണ്ടായതിനു ശേഷമേ മറ്റ് തുടർ ചികിത്സയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളതെന്നാണ് ആരോഗ്യനില സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിക്കുകയും ചെയ്യുന്നത്.